ഗുഡ് മോർണിംഗ്. നമ്മുടെ ടൂറിസം പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസിൻ്റെ 3ാമത്തെ മൊഡ്യൂള് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ മൊഡ്യൂളിൽ നമ്മൾ മേജറായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ടൂറിസം ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ടാണ്. വേൾഡ് വൈഡ് ടൂറിസം ഓർഗനൈസേഷൻസും അതുപോലെ നമ്മളെ നാഷണൽ ലെവലിലുള്ള അതേപോലെ ഒരുപാട് ടൂറിസം ഓർഗനൈസേഷൻ നാഷണൽ ലെവലിലുണ്ട്, സ്റ്റേറ്റ് ലെവലുണ്ട്, ഡിസ്ട്രിക്ട് ലെവലുണ്ട്. ഈ ലെവൽസിലുള്ള എല്ലാം ടൂറിസം ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ടും അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ ആക്ടിവിറ്റീസും എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം എന്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു 4 ടൂറിസം ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം ഈ ടൂറിസം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ The tourism organization consists of international, national and non-governmental organizations that help develop and manage tourism. They may be into educational and training, marketing, regulations, investment, environmental management or socio-cultural programs. ടൂറിസം ഓർഗനൈസേഷന് ലോകത്ത് നിലനിൽക്കുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ ടൂറിസം എന്ന ഇൻഡസ്ട്രീനെ നല്ല രീതിയിൽ ഡെവലപ്പാക്കാനും അതുപോലെ വെൽ മാനേജ്ഡ് ആയിട്ട് ടൂറിസം എന്ന ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഈ ഒരു ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ടൂറിസം ഓർഗനൈസേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നാഷണൽ ലെവലിലുണ്ട്, അതേമാതിരി ഇൻ്റർനാഷണൽ ലെവലിലും എല്ലാം ഉണ്ട്. ഗവൺമെൻറ് സെക്ടറുകളുണ്ട്, അതേമാതിരി നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനിലുണ്ട്. ഇവരെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസത്തെ കുറിച്ച് ലോകത്ത് മുഴുവൻ പ്രസിദ്ധപ്പെടുത്തുക, എഡ്യൂക്കേഷൻ കൊടുക്കുക, അതേമാതിരി ടൂറിസവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ട്രെയിനിങ്, അതിൻ്റെ മാർക്കറ്റിംഗ് സർവീസസ്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ടൂറിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്ലോബലി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിലേക്ക് മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും കൊടുക്കുക, അതിൽ വരുന്ന ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ ഫ്രോഡ് ആക്ടിവിറ്റീസ് ഒന്നും നടക്കാതിരിക്കുക, അതിന് വേണ്ട സെർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ എൻവിയോൺമെൻറ്റ് ഫ്രണ്ട്ലി, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസം മാനേജ് ചെയ്യുക. സോഷ്യോ കൾച്ചറൽ പ്രോഗ്രാംസ് അങ്ങനത്തെ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുക. ഒരു കാരണവശാലും ഒരു ഹോസ്റ്റ് കൺട്രിയുടെ സോഷ്യൽ അതേപോലെ ഒരു കൾച്ചറൊന്നും നശിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ് ടൂറിസം ഓർഗനൈസേഷൻസ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോകത്ത് നിലനിൽക്കാനുള്ള കാരണം. അതാണ് അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ ആദ്യം ഓരോ ഓരോ ഓർഗനൈസേഷൻസിന് പരിചയപ്പെടാം. 1ാമത്തെ ഓർഗനൈസേഷനാണ് UNWTO. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിനു മുന്നേ, യുണൈറ്റഡ് നേഷൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ. The World Tourism Organization UNWTO is the United Nations agency responsible for the promotion of responsible, sustainable and universal accessible tourism. It is a leading international organization in the field of tourism which promote tourism as a driver of economic growth, inclusive development and environmental sustainability, and offers leadership and support to the sector in advancing knowledge and tourism policies worldwide. ഈ പറഞ്ഞ സെൻറ്റൻസുകളാണ് നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഒരു ടൂറിസം ഓർഗനൈസേഷൻസ് നമ്മളെ നാട്ടിൽ നിലനിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ടൂറിസം ഓർഗനൈസേഷൻ്റെ ആവശ്യകത എന്താണെന്നുണ്ടെങ്കിൽ ഇത് UNWTO പറ്റി പറയാം. ഇറ്റ്സ് ആൻ ഇൻ്റർനാഷണൽ ലീഡിങ് ടൂറിസം ഓർഗനൈസേഷനാണ്. അത് പ്രൊമോട്ട് ചെയ്യുന്നത് എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, ഓഫർ ലീഡർഷിപ്പ് ആൻഡ് സപ്പോർട്ട് ദ സെക്ടർ അഡ്വാൻസ് ഇൻ ദ നോളജ് ആൻഡ് ടൂറിസം പോളിസീസ് വേൾഡ് വൈഡ്. ആ സെക്ടറിലുള്ള എന്ത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ട സപ്പോർട്ടാണോ വേണ്ടത്. ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആയതുകൊണ്ട് രാജ്യങ്ങൾ തമ്മിലായിരിക്കും ഇതിലെ ഡീലേഴ്സ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ കുറച്ചും ഡീപ്പായിട്ട് പോകാം. UNWTO ജനറേറ്റ്സ് മാർക്കറ്റ് നോളജ്. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
മാർക്കറ്റ് നോളജ് അവർ ഡെവലപ്പ് ചെയ്യും. പ്രൊമോട്ട് കോമ്പറ്റിറ്റീവ് ആൻഡ് സസ്റ്റൈനബിൾ ടൂറിസം പോളിസീസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഫോസ്റ്റർ ടൂറിസം എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ആൻഡ് works to make tourism an effective tool for development through technical assistance project in over 100 countries around the world. ലോകത്തിലുള്ള 100ഓളം രാജ്യങ്ങളിലുള്ള ടൂറിസത്തെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് സത്യത്തിൽ UNWTO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കറിയാം WHO എന്നൊക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ ഇപ്പോൾ നമ്മൾ ഈ ഒരു കൊറോണ സിറ്റുവേഷന് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്, ലോകത്തെ മുഴുവൻ അവർ എല്ലാ സപ്പോർട്ടും അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് WHO ആണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതുപോലെ നമ്മൾ ഹെൽത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണെന്ത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതുപോലെ ടൂറിസം ഇൻഡസ്ട്രീനെ കൺട്രോൾ ചെയ്യുന്ന ഒരു യുണൈറ്റഡ് നേഷൻ്റെ ഏജൻസിയാണ്, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഒരു അസോസിയേഷനാണെന്ത്, UNWTO. ലോകത്തിൽ 100ഓളം രാജ്യങ്ങൾ ഇതിൽ മെമ്പേഴ്സാണ്. ഇനി 100 150ഓളം രാജ്യങ്ങൾ ഇതിൽ മെമ്പേഴ്സാണ്. UNWTO's membership include 156 countries, 6 territories and over 500 affiliated members representing in the private sector, educational institutions, tourism association and local tourism authority. ഇതെല്ലാം അതിലെ മെമ്പേഴ്സാണ്. ഇനി അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മാൻഡ്രിഡിലാണ്. റയൽ മാൻഡ്രിഡിനെ എല്ലാവരും അറിയുന്നതുകൊണ്ട് മാൻഡ്രിഡ് ആർക്കും സുപരിചിതമല്ലാതിരിക്കില്ല. അപ്പോൾ മാൻഡ്രിഡിലാണ് UNWTOൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിലെ അവർ മെയിൻ എയിം ഉണ്ട്, ഓർഗനൈസേഷൻ്റെ എയിം കഴിഞ്ഞിട്ടില്ല. ടൂറിസം UNWTOൻ്റെ ഓർഗനൈസേഷൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ ഒബ്ജക്റ്റീവ് ഓഫ് UNWTO ആർ ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് സസ്റ്റൈനബിൾ ടൂറിസം ടു കോൺട്രിബ്യൂട്ട് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ്, പീസ്, പ്രോസ്പെരിറ്റി ആൻഡ് യൂണിവേഴ്സൽ റെസ്പെക്ട് ഫോർ ആൻഡ് observance of human rights and fundamental freedoms for all, without distinction as to race, sex, language or religion. In pursuing these aims, UNWTO pays particular attention to the interest of developing countries in the field of tourism. വളരെ നല്ല രീതിയിൽ അവർ എയിം ഒന്നായിട്ട് ഒറ്റ സെൻറ്റൻസാക്കി എഴുതിയതാണ്. അതായത് UNWTOൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് സമാധാനം നിലനിർത്തുക, ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുന്ന അപ്കമിങ് കൺട്രീസ്, അതായത് ഡെവലപ്പിംഗ് കൺട്രീസും അതുപോലെ ഡെവലപ്ഡ് കൺട്രീസും അവർക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള സർവീസും കാര്യങ്ങളും കൊടുക്കുക. നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ടൂറിസത്തെ ഒരു സെപ്പറേറ്റ് ചെയ്യപ്പെടാതെ, ടൂറിസത്തിനുമായി ബന്ധപ്പെട്ട ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യപ്പെടാതെ എല്ലാവരും ഒറ്റ രീതിയിലായിട്ട്, ഭാഷയുടെ പേരിലും എല്ലാം ഒന്നും സെപ്പറേറ്റ് ചെയ്യാതെ എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് UNWTOൻ്റെ ഓർഗനൈസേഷൻ്റെ എയിം. ഇനി നമ്മൾ രണ്ടാമത് നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഒരു ഓർഗനൈസേഷനാണ് WTTC, വേൾഡ് ട്രാവൽ ടൂറിസം കൗൺസിൽ. ഇറ്റ് ഈസ് എ ഫോറം ഓഫ് ദി ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി. It is made up of members from the global business community and works with the government to raise awareness about the travel and tourism industry. It is known for being only the forum for representing the private sector in all the parts of industry worldwide. Its activity include the research on the economic and social impact of industry and its organization of global and religious summits focused on issues and development of relevant to the industry. ഇത് എല്ലാത്തിൻ്റെ എയിം വരുന്ന സെയിമാണ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്. ഒരു പ്രശ്നമില്ലാതെ ആ ഇൻഡസ്ട്രീനെ നല്ല രീതിയിൽ വെൽ മാനേജ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഇൻഡസ്ട്രി ഉള്ളത്. രണ്ടാമത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഓർഗനൈസേഷനാണ് വേൾഡ് ടൂറിസം ട്രാവൽ കൗൺസിൽ. ഇതൊരു പ്രൈവറ്റ് സെക്ടറിലുള്ള കൗൺസിലാണ്. ഇവരും എയിം എന്ന് പറഞ്ഞാൽ ആ ഇൻഡസ്ട്രീനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. വേൾഡ് ടൂറിസം WTTC was formed in 1991, a group of travel and tourism CEOs who felt that the sector contribute to economic and job creation was not being recognized. അത് ഒരുപാട് എക്കണോമിക് 1991 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്.
ജോബ് ക്രിയേഷനും എന്നും ഒരു എന്താ പറയുക വെൽ മാനേജർ അല്ലാതിരിക്കുന്ന സമയത്താണ് ഇവർ ഈ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുന്നത്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് were to use empirical evidence to promote awareness of tourism and travel economic contribution to expand market in harmony with the environment and to reduce barriers to growth. WTTC is the only global body that being together all the major players in the travel and tourism sectors. ഈ WTTCയിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവർ പറഞ്ഞു എന്ത് അവർ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ആ പ്ലേസിന് എൻവിയോൺമെൻറ്റിനനുസരിച്ചുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ്. പിന്നെ WTTCൻ്റെ ഗ്ലോബലി ഒരൊറ്റ ഓർഗനൈസേഷനാണ് WTTC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രൈവറ്റ് സെക്ടറിലുള്ള, അതായത് ടൂറിസം പ്ലേ ചെയ്യുന്ന എല്ലാ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും ഒന്നിച്ചുള്ള ഒരൊറ്റ ഇൻഡസ്ട്രിയാണ് സത്യത്തിൽ, ഒരൊറ്റ ഓർഗനൈസേഷനാണ് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ. ഇതിൽ ഒരുപാട് ടൂറിസം ഇൻഡസ്ട്രിയിലെ ആൾക്കാരുണ്ട്, എയർലൈൻ ഇൻഡസ്ട്രി ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, ക്രൂയിസ്, കാർ റെൻ്റൽ, ട്രാവൽ ഏജൻസീസ്, ടൂർ ഓപ്പറേറ്റേഴ്സ്, GDS ആൻഡ് ടെക്നോളജീസ്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരൊറ്റ വോയിസ് ആയിട്ട് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ അതോറിറ്റീസിൻ്റെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു കൗൺസിലാണ് സത്യത്തിൽ എന്ത് WTTC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മളെ മൂന്നാമത്തെ ഓർഗനൈസേഷനാണ് പാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ ഈസ് ദ മെമ്പർഷിപ്പ് അസോസിയേഷൻ വർക്കിംഗ് ടു പ്രൊമോട്ട് ദ റെസ്പോൺസിബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം ഇൻ ദി ഏഷ്യ പസഫിക് റീജിയൻ. ഏഷ്യ പസഫിക് റീജിയനിലുള്ള ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രീനെ റെസ്പോൺസിബിളായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷനാണ് പാറ്റ, ദ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ. ഇനി അതിൻ്റെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളും നോക്കാം. 1951 ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് എ നോൺ പ്രോഫിറ്റ് അസോസിയേഷനാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ ക്ലെയിം ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റാണ്. അതായത് ടൂറിസ്റ്റുകളും അതേമാതിരി ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും ഗവൺമെൻറ്റൊക്കെ തമ്മിൽ ഇടയിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് പാറ്റ വർക്ക് ചെയ്യുന്നത്. ദ അസോസിയേഷൻ പ്രൊവൈഡ് അലയൻസ് അഡ്വക്കസി, insightful research and innovative events to its members organization, comprising 95 governmental, state and city tourism bodies, 29 international airlines, airports and cruise line, 63 educational institutions and hundreds of travel industry companies in Asia Pacific and beyond. ഏഷ്യ പസഫിക്കിലെ ഇത്രയും രാജ്യങ്ങളും അതുപോലെ ഓർഗനൈസേഷൻസും ട്രാവൽ കമ്പനീസും എല്ലാം ഇതിൽ അംഗങ്ങളാണ്. ഇനി അവരെ കറണ്ടായിട്ടുള്ള എയിംസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, ഓൺ ബിഹാഫ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, പാറ്റ കറണ്ട് സ്ട്രാറ്റജിക് ഡയറക്ഷൻ, പാറ്റൻ്റെ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി എന്താണെന്നുണ്ടെങ്കിൽ, ബിൽഡ് ദ ബിസിനസ് ഫോർ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ബിസിനസ് ക്രിയേറ്റ് ചെയ്യുക, പ്രൊവൈഡ് വാല്യുബിൾ ഇൻസൈറ്റ്, ഫോർകാസ്റ്റ് ആൻഡ് അനാലിസിസ്, ഹെൽപ്പ് ദ മെമ്പേഴ്സ് ടു മേക്ക് ബെറ്റർ ബിസിനസ് ഡയറക്ഷൻ. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അനാലിസും കാര്യങ്ങളും നടത്തിയിട്ട് വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസും കാര്യങ്ങളും കൊടുക്കുക. ടു ടേക്ക് ലീഡ് പൊസിഷൻ ഓൺ ട്രാവൽ ഇൻഡസ്ട്രി ഇഷ്യൂസ് ദാറ്റ് നീഡ് ടു ബി അഡ്രസ്ഡ്. അതായത് ട്രാവൽ ഇൻഡസ്ട്രിയിൽ വരുന്ന എന്തെങ്കിലും ഒരു ലീഡിങ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാനുള്ള ഒരു അതോറിറ്റിയാണ് ഇവർ വർക്ക് ചെയ്യുക. ഇനി പാറ്റൻ്റെ മിഷൻ നോക്കാം. ദ പസഫിക് പാറ്റ ഈസ് ദ മെമ്പർഷിപ്പ് അസോസിയേഷൻ ആക്ടിങ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ റെസ്പോൺസിബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഏഷ്യ പസഫിക് ട്രാവൽ ടൂറിസം ഇൻഡസ്ട്രി. അതായത് ഇതിനിടയിൽ നിൽക്കുന്ന ഒരു എന്താ പറയുക കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് സത്യത്തിൽ പാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻ പാർട്ണർഷിപ്പ് വിത്ത് പാറ്റാസ് പ്രൈവറ്റ് പബ്ലിക് സെക്ടർ മെമ്പേഴ്സ് we enhance the sustainable growth, value and quality of travel and tourism to form and within the region. ആ റീജിയനിൽ സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേപോലെ എന്നും ഒരുപോലെ നിലനിൽക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനത്തെ ഒരു ഗ്രോത്ത്, വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത്, ക്വാളിറ്റിയും അതേമാതിരി വാല്യൂ ആയിട്ടുള്ള ട്രാവൽ ആൻഡ് ടൂറിസം സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സർവീസൊക്കെ ഒരുക്കുക എന്നുള്ളതാണ് പാറ്റൻ്റെ മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നാലാമത് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അവസാനത്തെ ഓർഗനൈസേഷനാണ് അയാട്ട. കേട്ടിട്ടുണ്ടാവും ഒരുപാട് അയാട്ടിനെ പറ്റിയിട്ട്.
the International Air Transport Association. It is a trade association of the world's airlines. ലോകത്തിലെ എല്ലാ എയർലൈൻസിൻ്റെയും, ലോകത്തിലെ അല്ല ഒരു ഒട്ടുമിക്ക എയർലൈൻസും ഇതിൽ മെമ്പേഴ്സാണ്. 274 എയർലൈൻസ് കമ്പനീസ് ഇതിലുണ്ട്. 117 രാജ്യങ്ങളിലെ എല്ലാ മെമ്പേഴ്സും കൂടി ചേർന്നിട്ട് എയർലൈൻ ഇൻഡസ്ട്രീനെ മൊത്തത്തിൽ അവരെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അസോസിയേഷനാണെന്ത് IATA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. IATA's members airlines accounts carry in approximately 83% of the total available seats of kilometers and the traffic. IATA നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അവരാണ് ഏകദേശം വേൾഡിൽ 83% സീറ്റ്സും കാര്യങ്ങളും അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ ഈ അസോസിയേഷനിൽ വഴിയാണ് എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ നടക്കുക. ഇനി IATA supports airlines activities and help to formulate industry policies and standards. IATAൻ്റെ മെയിൻ പരിപാടിയാണ് എന്താണ്, ഇൻഡസ്ട്രീനെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പോളിസീസും കാര്യങ്ങളും മേക്ക് ചെയ്യുക, സ്റ്റാൻഡേർഡ്സ് മേക്ക് ചെയ്യുക. ഇതിന് ഒരുപാട് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇറ്റ് ഈസ് ഹെഡ് ക്വാർട്ടേർഡ് ഇൻ മോൺട്രിയൽ, ക്യൂബിക്, കാനഡ, വിത്ത് എക്സിക്യൂട്ടീവ് ഓഫീസസ് ഇൻ ജനീവ ആൻഡ് സ്വിറ്റ്സർലാൻഡ്. കാരണം ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു എയർലൈൻ സെക്ടറിലുള്ള ഒരു ഇൻ്റർനാഷണൽ എയർലൈൻ ട്രാൻസ്പോർട്ട് അസോസിയേഷനാണ് സത്യത്തിൽ എന്താ IATA. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഹെഡ് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട 4 ഇൻ്റർനാഷണൽ ടൂറിസം ഓർഗനൈസേഷൻസ്. താങ്ക് യു വെരി മച്ച്.